നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 മാർച്ച് 25 ചൊവ്വാഴ്ച. ഞാൻ എം ജയപ്രകാശ്. വീട്ടിൽ പണക്കൂമ്പാരം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റി. തലശ്ശേരി മുഴുപ്പിലങ്ങാട് RSS പ്രവർത്തകൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ 8 CPM പ്രവർത്തകരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും പെൻഷനും കൂട്ടി. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഇന്ന് അധികാരമേൽക്കും. നോക്കാം പത്രവാർത്തകളിലേക്ക് വിശദമായി. ആദ്യം മാതൃഭൂമിയിലേക്കാണ്. ജസ്റ്റിസ് വർമ്മയെ മാറ്റി. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് മാറ്റി നിർത്തി അലഹാബാദിലേക്ക് മാറ്റാൻ കൊളീജിയം. ന്യൂഡൽഹി. ഔദ്യോഗിക വസതിയിൽ നിന്ന് വലിയ തോതിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നേരിടുന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റാൻ സുപ്രീംകോടതി കൊളീജിയം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനാണ് ഈ മാസം 20-നും 24-നും ചേർന്ന കൊളീജിയം യോഗത്തിൽ തീരുമാനം. ഇക്കാര്യം തിങ്കളാഴ്ച സുപ്രീംകോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജസ്റ്റിസ് വർമ്മയെ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ ജുഡീഷ്യൽ നടപടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നതായി ഡൽഹി ഹൈക്കോടതി തിങ്കളാഴ്ച ഉത്തരവിറക്കി. പിന്നാലെയാണ് അലഹാബാദിലേക്ക് മാറ്റാൻ കൊളീജിയം അന്തിമ തീരുമാനമെടുത്തത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ സ്ഥലം മാറ്റം നടപ്പാകും. 2014 മുതൽ 2021 വരെ ജസ്റ്റിസ് വർമ്മ അലഹബാദ് ഹൈക്കോടതിയിലായിരുന്നു. ജസ്റ്റിസ് വർമ്മയുടെ വസതിയിലെ സ്റ്റോർ റൂമിലുണ്ടായ തീപിടുത്തം അണയ്ക്കുന്നതിനിടെ കണ്ടെത്തിയ ചാക്കുകളിൽ കെട്ടിവെച്ച പണത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും ഡൽഹി പോലീസ് കമ്മീഷണർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയ്ക്ക് അയച്ചുകൊടുത്തിരുന്നു. ജസ്റ്റിസ് ഉപാധ്യായ ഇക്കാര്യം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ജസ്റ്റിസ് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്താനും അന്വേഷണം നടത്താനും തീരുമാനമുണ്ടായത്. പണം കണ്ടെത്തിയ സംഭവം അന്വേഷിക്കാൻ വിവിധ കോടതി ജഡ്ജിമാരെ ഉൾപ്പെടുത്തി 3-അംഗ സമിതിയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രൂപവൽക്കരിച്ചു. സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച നടന്നതായാണ് വിവരം. ജഡ്ജിയുടെ വീട്ടിൽ പണക്കൂമ്പാരം കണ്ടെത്തിയ സംഭവത്തിൽ ചർച്ച ഒഴിവാക്കാൻ സർക്കാർ ശ്രമിച്ചതായും പാർലമെന്റ് സ്തംഭിച്ചതായുമുള്ള വാർത്ത മാധ്യമം 1-ാം പേജിൽ തന്നെ ബോക്സായി നൽകിയിട്ടുണ്ട്. ജഡ്ജിയുടെ വീട്ടിൽ പണക്കൂമ്പാരം കിട്ടിയതിൽ ചർച്ച ഒഴിവാക്കാൻ സർക്കാർ പാർലമെന്റ് സ്തംഭിപ്പിച്ചു. വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് നൽകിയിരുന്നു. കോൺഗ്രസ് MP ഹൈബി ഈഡൻ ലോക്സഭയിലും CPM MP ഡോക്ടർ V ശിവദാസൻ MP റൂൾ 267 പ്രകാരം രാജ്യസഭയിലും നോട്ടീസ് നൽകി. എന്നാൽ ഇരു സഭാധ്യക്ഷന്മാരും നോട്ടീസ് തള്ളി അടിയന്തര ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. അതേസമയം കർണാടകയിലെ മുസ്ലിം സംവരണം ഉന്നയിച്ച് ബഹളമുണ്ടാക്കി ജഡ്ജിയുടെ പണക്കൂമ്പാര വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് BJP MPമാർ ഇരു സഭകളിലും തടസ്സപ്പെടുത്തി. ഇതേ തുടർന്ന് ലോക്സഭ 2 തവണ നിർത്തിവെക്കുകയും രാജ്യസഭ ചൊവ്വാഴ്ചത്തേക്ക് പിരിയുകയും ചെയ്തു. ജഡ്ജിയുടെ പണക്കൂമ്പാരം സഭ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ DK ശിവകുമാറിനെതിരെ വ്യാജ ആരോപണമുന്നയിച്ച് ബോധപൂർവം ഇരുസഭകളും തടസ്സപ്പെടുത്തിയതാണെന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. സൂരജ് വധം 8 CPM പ്രവർത്തകർക്ക് ജീവപര്യന്തം. തലശ്ശേരി. മുഴുപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ എളമ്പിലായി സൂരജ് വധക്കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ 9 പ്രതികളിൽ 11-ാം പ്രതി ഒഴികെ 8 പേർക്ക് ജീവപര്യന്തം തടവും പിഴയും. CPM പ്രവർത്തകരായ പത്തായക്കുന്ന് കാത്തായിന്റെ വിട ഹൌസിൽ TK രജീഷ്, തലശ്ശേരി കാവുംഭാഗം കോമത്തുപാറയിലെ പുളിയേടത്ത് ഹൌസിൽ NV യോഗേഷ്, എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് കുണ്ട്യൻ ഹൌസിൽ K ഷംജിത്ത് എന്ന ജിത്തു, കൂത്തുപറമ്പ് നരവൂർ പഴയ റോഡിലെ പുത്തൻപറമ്പത്ത് മമ്മാലി ഹൌസിൽ PM മനോരാജ് എന്ന നാരായൺകുട്ടി, മുഴുപ്പിലങ്ങാട് വാണിയന്റെ വളപ്പിൽ ഹൌസിൽ നെയ്യോത്ത് സജീവൻ, മുഴുപ്പിലങ്ങാട് പണിക്കന്റെ വിട ഹൌസിൽ പ്രഭാകരൻ, KV പത്മനാഭൻ എന്ന ചോയി, മനമ്പത്ത് രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം തടവും പിഴയും വിധിച്ചത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി
KT നിസാർ അഹമ്മദാണ് വിധി പറഞ്ഞത്. 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് വെള്ളിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. 2005 ഓഗസ്റ്റ് 7 രാവിലെ 8:40 മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ഓട്ടോറിക്ഷയിലെത്തിയ സംഘം സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗസയിൽ തുടരുന്ന കൂട്ടക്കുരുതിയെക്കുറിച്ചുള്ള വാർത്ത മാധ്യമത്തിന്റെ 1-ാം പേജിൽ തന്നെയുണ്ട്. 61 പേർ കൂടി കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ബർഹൂമും. വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാൻ ഈജിപ്ത് നീക്കം. ഗസ സിറ്റി 24 മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 61 പേർ കൂടി കൊല്ലപ്പെട്ടു. 141 പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തലിൽ നിന്ന് പിന്മാറി ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 730 ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്മായിൽ ബർഹൂം ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇസ്മായിൽ ബർഹൂം കൊല്ലപ്പെട്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് ഈജിപ്ത് ശ്രമം ഊർജിതമാക്കി. ആഴ്ചകൾ നീളുന്ന വെടിനിർത്തലിൽ ഒരു അമേരിക്കൻ, ഇസ്രായേലി ഉൾപ്പെടെ ജീവനോടെയുള്ള 5 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്നാണ് ഈജിപ്ത് നിർദ്ദേശം. പകരം ഇസ്രായേൽ 100 കണക്കിന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. നിർദ്ദേശത്തോട് തങ്ങൾ അനുകൂലമായി പ്രതികരിച്ചതായി ഹമാസ് അറിയിച്ചു. MP-മാരുടെ ശമ്പളവും പെൻഷനും 24% കൂട്ടി. പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും 24% വർദ്ധിപ്പിച്ച് കേന്ദ്രം വിജ്ഞാപനമിറക്കി. 2023 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ലഭിക്കും. പണപ്പെരുപ്പ സൂചികയിലെ വർധന കണക്കിലെടുത്താണ് പരിഷ്കാരം. MP-മാരുടെ മാസശമ്പളം 1 ലക്ഷം രൂപയിൽ നിന്ന് 1.24 ലക്ഷമാക്കി. പാർലമെന്റ് സമ്മേളനകാലത്ത് ദിനബത്തിയായി ലഭിക്കുന്ന 2000 രൂപ 2500 രൂപയാക്കി. 25,000 രൂപയായിരുന്ന പ്രതിമാസ പെൻഷൻ ഇനി 31,000 രൂപയായിരിക്കും. ഇതിനു മുൻപ് 2018 MP-മാരുടെ ശമ്പളം പരിഷ്കരിച്ചത്. 1954 MP-മാരുടെ ശമ്പളം സംബന്ധിച്ച പാർലമെന്റ് പാസാക്കുമ്പോൾ പ്രതിമാസ ശമ്പളം 400 രൂപയും ദിനബത്ത 21 രൂപയുമായിരുന്നു. വിതരണക്കാരുടെ സമരം തീർന്നു. മെഡിക്കൽ കോളേജിൽ മരുന്നെത്തും. മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശികയിൽ 2 മാസത്തെ തുക നൽകാൻ നടപടി. കോഴിക്കോട് മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശികയിൽ 2 മാസത്തെ തുക നൽകാൻ നടപടി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യായവില മെഡിക്കൽ ഷോപ്പിലേക്കുള്ള മരുന്ന് വിതരണക്കാരുടെ 2.5 മാസമായി തുടരുന്ന സമരം ഒത്തുതീർന്നു. ഇതോടെ ആശുപത്രി വികസന സമിതിയുടെ ന്യായവില മെഡിക്കൽ ഷോപ്പിലേക്കുള്ള മരുന്ന് വിതരണം പുനരാരംഭിക്കും. ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് സമരം പിൻവലിക്കുന്നതായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ന്യായവില മെഡിക്കൽ ഷോപ്പിലേക്കും മരുന്നും ശസ്ത്രക്രിയാ സാധനങ്ങളും നൽകിയ വകയിൽ 90 കോടി രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് ജനുവരി 10 മുതൽ വിതരണം നിർത്തിയത്. ഇതിൽ 10 കോടിയിലേറെ രൂപ പിന്നീട് നൽകിയിരുന്നെങ്കിലും മരുന്ന് നൽകാൻ പറ്റില്ലെന്ന നിലപാടിൽ വിതരണക്കാർ ഉറച്ചുനിന്നു. ഇതേ തുടർന്നാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നിവ പ്രകാരം ചികിത്സ തേടുന്ന രോഗികൾക്ക് ന്യായവില ഷോപ്പിൽ നിന്ന് മരുന്ന് ലഭിക്കാതെ വന്നിരുന്നു. ഡയാലിസിസിന് വരുന്ന രോഗികളോട് കാസ്പിൽ കാർഡിൽ നിന്ന് 900 രൂപ ഈടാക്കിയിരുന്നെങ്കിലും ഡയലൈസർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുറമേ നിന്ന് വാങ്ങിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. തുടർന്ന് ചില മരുന്നുകൾ KMCL മുഖേന കാരുണ്യയിലൂടെ നേരിട്ടെത്തിച്ചെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിരുന്നില്ല. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MP ശ്രീജയന്റെ ചേംബറിൽ ഇന്നലെ വൈകിട്ട് നടന്ന ചർച്ചയിൽ ലേ സെക്രട്ടറി RA പ്രവീൺകുമാർ, AKCDA പ്രതിനിധികളായ സാംസൺ M ജോൺ, TP റിയാസ്, രാകേഷ് തോമസ്, അബ്ദുൽ സത്താർ, വിദ്യാസാഗർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പരിമിതപ്പെടുത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തന്ത്രിമാരും തമ്മിൽ ഇത് സംബന്ധിച്ച് ധാരണയായി. ക്ഷേത്രങ്ങളിൽ ഉത്സവ ചടങ്ങുകൾക്കിടെ ആനകളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തന്ത്രിമാരും തമ്മിൽ നടന്ന യോഗത്തിൽ ധാരണ. ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പരിമിതപ്പെടുത്തുന്നതിന് നടപടികളെടുക്കും. തീരുമാനങ്ങൾ സർക്കാരിനെ അറിയിച്ച് പ്രാബല്യത്തിൽ വരുത്തും. ആറാട്ട്, പള്ളിവേട്ട തുടങ്ങിയ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ആനയെ ഒഴിവാക്കാനാകില്ല.
അതേസമയം വീടുകളിൽ ആനയുമായി പോയി പറയെടുക്കുന്നതും സപ്താഹം, നവാഹം തുടങ്ങിയവയിൽ ആനയെ എഴുന്നള്ളിക്കുന്നതും ഒഴിവാക്കും. കൂടുതൽ ആനകളെ അണിനിരത്തി ഉത്സവം നടത്തുന്നതും സ്ഥലപരിമിതിയുള്ള ക്ഷേത്രങ്ങളിൽ ആനകളെ കൊണ്ടുവരുന്നതും നിയന്ത്രിക്കും. എഴുന്നള്ളിപ്പുകളുടെ ദൈർഘ്യം കുറയ്ക്കാമെന്ന് തന്ത്രിമാർ അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ മാതൃകയിൽ മറ്റിടങ്ങളിൽ ഉത്സവങ്ങൾ നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ ക്ഷേത്രോപദേശക സമിതികൾ നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചു. ആറാട്ടുകുളങ്ങളിലേക്ക് കിലോമീറ്ററുകൾ ചുറ്റി ആനയെ കൊണ്ടുപോകുന്നതും കടുത്ത ചൂടിൽ റോഡിലൂടെ നടത്തുന്നതും വിലക്കും. ആനകളുടെ സമീപം ലേസർ ലൈറ്റ്, DJ മേളം, കാതടപ്പിക്കുന്ന മറ്റു ശബ്ദങ്ങൾ എന്നിവ ആനയെ പ്രകോപിപ്പിക്കുമെന്നതിനാൽ അതും ഒഴിവാക്കും. വെടിക്കെട്ട് നിയന്ത്രിക്കും. ആന എഴുന്നള്ളിപ്പിന് 2012 കേരള ക്യാപ്റ്റീവ് എലിഫന്റ് മാനേജ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് റൂൾ മാനദണ്ഡമാക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം A അജിത് കുമാർ എന്നിവർ അറിയിച്ചു. 2 മലയാളികൾ ഉൾപ്പെടെ 7 ഇന്ത്യക്കാരുള്ള ചരക്ക് കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചി. കപ്പലിൽ കാസർകോട്, കൊച്ചി സ്വദേശികൾ. ആഫ്രിക്കൻ രാജ്യമായ ടോഗോയിലെ ലോമെ തുറമുഖത്തു നിന്ന് കാമറൂണിലേക്ക് പോകുന്നതിനിടെ മലയാളികൾ ഉൾപ്പെടെ 18 ജീവനക്കാരുമായി ചരക്ക് കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയതായി വിവരം. കോഴിക്കോട് ബേക്കൽ, പനയാൽ, അമ്പങ്ങാട്, കോട്ടപ്പാറയിലെ രജീന്ദ്രൻ ഭാർഗവനും ഒരു കൊച്ചി സ്വദേശിയും ഉൾപ്പെടെ കപ്പലിൽ 7 ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് വിവരം. 17 രാത്രി കപ്പൽ റാഞ്ചിയതായി പനാമയിലെ V2 റിവർ കപ്പൽ കമ്പനി രജീന്ദ്രന്റെ ബന്ധുക്കളെ അറിയിച്ചു. മുംബൈ ആസ്ഥാനമായ മേരി ടെക് ടാങ്കർ മാനേജ്മെന്റിന്റെ ചരക്കുമായി പോകുകയായിരുന്നു കപ്പൽ. ലഹരി വിപത്ത് വരുന്നു. കേരള മോഡൽ പ്രതിരോധം. കോട്ട കെട്ടും, പടി കടത്തും. കർമ്മപദ്ധതി തയ്യാറാക്കാൻ സർക്കാർ സമിതി. ജനങ്ങളെ ഏകോപിപ്പിച്ച് അതിശക്ത പ്രചാരണം. തിരുവനന്തപുരം. ലഹരി വിപത്തിനെ ചെറുക്കാൻ സംസ്ഥാന സർക്കാർ നാടൊന്നാകെ പ്രതിരോധമൊരുക്കും. എല്ലാ വിഭാഗം ജനങ്ങളെയും വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ച് ഏപ്രിൽ മുതൽ അതിശക്തമായ പ്രചാരണ പരിപാടി ആരംഭിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം തീരുമാനിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷയായി വിവിധ വകുപ്പുകൾ ഉൾപ്പെട്ട സമിതി ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കും. സ്കൂളുകളിലെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം LP ക്ലാസുകൾ മുതൽ ആരംഭിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളെ കായിക രംഗത്തേക്ക് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഹോസ്റ്റലുകളും പൊതു ഇടങ്ങളും ലഹരിമുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള നടപടി വേണം. ഇവിടങ്ങളിൽ പരിശോധന കർശനമാക്കണം. ലഹരി വിൽപ്പന നടത്തുന്ന കടകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടി തദ്ദേശ വകുപ്പ് സ്വീകരിക്കണം. പുതിയ തരം ലഹരി മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങണം. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസുമായി ബന്ധപ്പെട്ട് ലഹരി സംഘങ്ങൾക്കെതിരെ നീങ്ങണം. ഡാർക്ക് വെബ് ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ സൈബർ നിരീക്ഷണം ശക്തമാക്കണം. കൊറിയർ, പാഴ്സൽ, ടൂറിസ്റ്റ് വാഹനങ്ങൾ എന്നിവ പരമാവധി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വകുപ്പുകൾ നടപ്പാക്കിവരുന്ന ലഹരിവിരുദ്ധ പദ്ധതികൾ മന്ത്രിമാരായ MP രാജേഷ്, സജി ചെറിയാൻ, R ബിന്ദു, OR കേളു, V അബ്ദുറഹ്മാൻ എന്നിവർ യോഗത്തിൽ വിശദീകരിച്ചു. 2 മാസം ചികിത്സ തേടിയത് 588 കുട്ടികൾ. ഈ വർഷം ജനുവരിയിലും ഫെബ്രുവരിയിലും സംസ്ഥാനത്തെ അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ 18 താഴെയുള്ള 558 കുട്ടികൾ ചികിത്സ തേടിയെന്ന് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. എല്ലാ ജില്ലകളിലും അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട്. ഡാർക്ക് നെറ്റിലെ അജ്ഞാത മാർക്കറ്റുകളും ഫോറങ്ങളും വഴിയുള്ള ലഹരി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പോലീസിന് പുറമെ മറ്റ് ഏജൻസികളുടെ സഹായം തേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ലഹരി കേസുകളിൽ ആവർത്തിച്ചേർപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കുന്നുണ്ട്. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നുണ്ടെന്നും അറിയിച്ചു. ലഹരിക്ക് അടിമയായ മകൻ അച്ഛനെ കൊലപ്പെടുത്തി. 13 വർഷം മുൻപ് അമ്മ ശോഭനയെ ഇളയ മകൻ സുമേഷ് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തിരുന്നു. ലഹരിക്കടിമയായ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. പാനായി ചാറോണ അശോകനെയാണ് മകൻ സുധീഷ് കൊലപ്പെടുത്തിയത്. 13 വർഷം മുൻപ് അമ്മ ശോഭനയെ വെട്ടിക്കൊലപ്പെടുത്തി ഇളയ മകൻ സുമേഷ് വിഷം കഴിച്ചു മരിച്ചിരുന്നു.
അശോകനെ വെട്ടിക്കൊന്ന കേസിൽ മകൻ സുധീഷിനെ ബാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് അശോകൻ കൊല്ലപ്പെട്ട വിവരം നാട്ടുകാരറിയുന്നത്. വീട്ടിൽ വെളിച്ചം കാണാതിരുന്നതോടെ അന്വേഷിച്ചെത്തിയവർ കിടപ്പുമുറിയിൽ നിലത്ത് വെട്ടേറ്റ് മരിച്ച നിലയിൽ അശോകനെ കാണുകയായിരുന്നു. ഉടൻ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി കൊലപാതകം സ്ഥിരീകരിച്ചു. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. അശോകന്റെ ദേഹത്താകെ രക്തം പടർന്നിട്ടുണ്ട്. തലയണ കൊണ്ട് വെട്ടുതടുക്കാനുള്ള ശ്രമങ്ങൾ അശോകൻ നടത്തിയതിന്റെ സൂചനകൾ മുറിയിലുണ്ട്. പറമ്പിലെ അടയ്ക്ക എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ അശോകനും മകനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം അശോകനെ പുറത്താരും കണ്ടിട്ടില്ല. എന്നാൽ മകൻ അങ്ങാടിയിലെത്തി അടയ്ക്ക വിറ്റതായി നാട്ടുകാർ പറഞ്ഞു. ബീഡി ഏജന്റായിരുന്നു അശോകൻ. വളയത്തെ പറമ്പിൽ 4 സ്റ്റീൽ ബോംബുകൾ. വളയം പാറക്കടവ് റോഡിൽ വളയം പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് 4 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. പിലാക്കൂൽമുക്കിൽ സൂപ്പർ കണ്ടിപ്പറമ്പിൽ നിന്നാണ് വെടിമരുന്നും സൾഫറും അടങ്ങിയ ബോംബുകൾ കണ്ടെത്തിയത്. കറുവന്തേരി സ്വദേശി വീട് വയ്ക്കാൻ വാങ്ങിയതാണ് പറമ്പ്. തൊഴിലാളികൾ മണ്ണ് നീക്കുന്നതിനിടെയാണ് ആദ്യം 3 ബോംബുകളും പിന്നീട് 1 ബോംബും കണ്ടെത്തിയത്. പോലീസ് എത്തി മണ്ണുമാന്തി ഉപയോഗിച്ച് പരിസരത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും മറ്റൊന്നും കണ്ടെത്താനായില്ല. ചേലക്കാട് കരിങ്കൽക്കോറയിൽ സന്ധ്യയോടെ എത്തിച്ച് ബോംബുകൾ നിർവീര്യമാക്കി. കാലപ്പഴക്കം കാരണം പൊട്ടാത്ത അവസ്ഥയിലായിരുന്നു ഇവ. ആശാസമരം. CPM നിലപാട് തള്ളി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്ന് പ്രസ്താവന. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം അനാവശ്യമാണെന്നും സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നുമുള്ള CPMന്റെയും സർക്കാരിന്റെയും വാദം തള്ളി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. സമരം ഒത്തുതീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുക്കണമെന്ന് പരിഷത്ത് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആശമാരുടെ സമരം കേവലമായ ശമ്പള വർധനയ്ക്ക് വേണ്ടി മാത്രമല്ല, കേന്ദ്ര നയങ്ങൾക്കെതിരെ കൂടിയുള്ളതായി മാറേണ്ടതുണ്ട്. ഇത്തരമൊരു ജനകീയ സമരം അഖിലേന്ത്യാ തലത്തിൽ വളർത്തിയെടുക്കാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ചേർന്ന് ഐക്യനിര രൂപപ്പെടുത്തേണ്ടതുണ്ടെന്നും പരിഷത്ത് പറഞ്ഞു. ആശമാരുടെ ആവശ്യങ്ങളെ ജനാധിപത്യപരമായ രീതിയിൽ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായുള്ള പ്രതിസന്ധിയാണ് ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് എത്തിച്ചത്. ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഔദ്യോഗിക ജീവനക്കാരുള്ള കേരളത്തിൽ അവരും നാമമാത്ര വേതനം വാങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരും ഒരേ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വൈരുദ്ധ്യം പ്രകടമാണ്. നിർണയിക്കപ്പെട്ടവരല്ലാതെ ജോലി ചെയ്യാൻ ചുമതലപ്പെടുത്തപ്പെട്ട വലിയൊരു വിഭാഗമാണ് ആശാവർക്കർമാർ. ഗവൺമെന്റ് ചുമതലകൾ കൈയൊഴിയുകയും ദരിദ്രർക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സന്നദ്ധ പ്രവർത്തനാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുകയെന്ന നയമാണ് ഇവിടെ കാണുന്നത്. അടിസ്ഥാന കാരണങ്ങളെ വിട്ട് പ്രതിഫലനങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന ഇത്തരം രീതി പ്രശ്നപരിഹാരത്തിന് സഹായകരമാകില്ലെന്നും പരിഷത്ത് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇൻസ്റ്റയിലൂടെ പെൺകുട്ടിക്ക് ഹായ് ഇട്ട യുവാവിനെ 6 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. പൂച്ചാക്കൽ, ആലപ്പുഴ. വിവിധ കേസുകളിൽ പ്രതിയായ ആളുടെ സുഹൃത്തായ പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഹായ് മെസ്സേജ് അയച്ച യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് 6 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. അരൂക്കുറ്റി പഞ്ചായത്ത് 2-ാം വാർഡിൽ വടുതല ജെട്ടി തെക്കേ കണിച്ചുകാട്ടിൽ വീട്ടിൽ ജിബിൻ ജോർജിനാണ് മർദ്ദനമേറ്റത്. ജിബിനെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അരൂക്കുറ്റി സ്വദേശിയായ പ്രഭജിത്ത്, സിന്തൽ, കണ്ടാലറിയാവുന്ന 4 പേർ എന്നിവർക്കെതിരെ പൂച്ചാക്കൽ പോലീസ് കേസെടുത്തു. പ്രതികൾ ഒളിവിലാണ്. 21 രാത്രി 11 മണിയോടെയാണ് സംഭവം. അരൂക്കുറ്റി അരൂർ പാലത്തിന്റെ ഇറക്കത്തിൽ സ്കൂട്ടറിലിരുന്ന് ജിബിൻ മൊബൈൽ ഫോൺ നോക്കവേ കാറിൽ പ്രഭജിത്തും സിന്തലും വന്നിറങ്ങി. പ്രഭജിത്തിന്റെ സുഹൃത്തായ പെൺകുട്ടിക്ക് ജിബിൻ മെസ്സേജ് അയച്ചതറിഞ്ഞാണ് ഇരുവരുമെത്തിയത്. അതിലൊരാൾ ജിബിന്റെ കരണത്തടിക്കുകയും സ്കൂട്ടറിന്റെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്തു. തുടർന്ന് അതേ സ്കൂട്ടറിൽ ജിബിനെ ബലമായി പിടിച്ച് നടുവിലിരുത്തി ഇരുവരും സ്കൂട്ടർ ഓടിച്ചുപോയി. പോയ വഴി വണ്ടി നിർത്തി മർദ്ദനം തുടർന്നു. അരൂക്കുറ്റി കളരിക്കൽ ഭാഗത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് മർദ്ദനം തുടർന്നു.
4 പേർ കൂടി അവിടേക്ക് എത്തിയിരുന്നു. എല്ലാവരും ചേർന്നായിരുന്നു മർദ്ദനം. ജിബിന്റെ കൈകൾ പിന്നോട്ട് വലിച്ചുപിടിച്ച് അടിച്ചതുകൂടാതെ കഴുത്തിൽ കയർ കുരുക്കി മുറുക്കുകയും ചെയ്തു. ശ്വാസം മുട്ടിയപ്പോൾ കുരുക്കഴിച്ചു. പോലീസിൽ അറിയിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവർ പോയത്. പിറ്റേ ദിവസമാണ് ജിബിൻ അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഇതിനിടെ ജിബിനെ കാണാനില്ലെന്ന് വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും പരിക്കുകളോടെ ജിബിൻ വീട്ടിലെത്തി. തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വടി, മരക്കഷ്ണം, പത്തൽ എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ചെന്നാണ് ജിബിന്റെ മൊഴി. പ്രതികൾ ജിബിന്റെ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് മർദ്ദന വിവരം പുറത്തുവന്നത്. പെൺകുട്ടിയെ ജിബിൻ നേരത്തെ പരിചയമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിലെ 1-ാം പ്രതിയായ പ്രഭജിത്ത് മറ്റു പല കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതക ശ്രമം, വീട്ടുതടങ്കലിൽ പാർപ്പിച്ചുള്ള മർദ്ദനം, കൂട്ടം ചേർന്നുള്ള ആക്രമണം തുടങ്ങിയവയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗം പിടിച്ചടക്കാൻ RSS നീക്കം. രാഹുൽ ഗാന്ധി. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചടക്കാൻ RSS ശ്രമിക്കുന്നെന്നും അത് സംഭവിച്ചാൽ ഇന്ത്യ നശിക്കുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യ സഖ്യത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ സംയുക്ത പാർലമെന്റ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു സഖ്യകക്ഷികൾക്ക് ആശയങ്ങളിലും നിലപാടുകളിലും വ്യത്യാസങ്ങളുണ്ടാകാം. എന്നാൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് RSS ശ്രമിക്കുന്നത്. സർവകലാശാല വൈസ് ചാൻസലർമാരിലധികവും RSSുകാരാണ്. വരും നാളുകളിൽ RSS പറയുന്നവരെ സംസ്ഥാന സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരാക്കുന്ന സ്ഥിതിയുണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയമടക്കമുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. NSU, SFI, AISF, MSF, സമാജ്വാദി ഛാത്ര സഭ, CRJD സംഘടനകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. MP-മാരായ E.T. മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, V. ശിവദാസൻ, P. സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വകാര്യവൽക്കരണവും കേന്ദ്രീകരണവും ലക്ഷ്യമിട്ടുള്ള വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, സർവകലാശാലകളുടെ സുതാര്യത തകർക്കുന്ന പുതിയ UGC കരട് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടനകൾ പ്രധാനമായി ഉന്നയിക്കുന്നത്. ഷിൻഡെക്കെതിരെ പരാമർശം. ഹാസ്യതാരം കുനാൽ കമ്രയുടെ പേരിൽ കേസ്. തന്റെ യൂട്യൂബ് വീഡിയോയിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെക്കെതിരെ പരാമർശം നടത്തിയതിന് ഹാസ്യകലാകാരൻ കുനാൽ കമ്രയുടെ പേരിൽ പോലീസ് കേസെടുത്തു. പരിപാടിയുടെ റെക്കോർഡിംഗ് നടന്ന ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ ആക്രമിച്ച 12 ശിവസേന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റുഡിയോ പ്രവർത്തിച്ച കെട്ടിടത്തിന്റെ ഒരു ഭാഗം അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് കാണിച്ച് മുംബൈ കോർപ്പറേഷൻ തിങ്കളാഴ്ച പൊളിച്ചു നീക്കി. ഞായറാഴ്ചയാണ് കുനാൽ നയാ ഭാരത് എന്ന തന്റെ കോമഡി സീരീസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. ഇത് വൈറലായതോടെ ഒരു സംഘം ശിവസേന പ്രവർത്തകർ സ്റ്റുഡിയോ ആക്രമിക്കുകയായിരുന്നു. സീരീസിൽ ഹിന്ദി ചലച്ചിത്രഗാനമായ ദിൽ തോ പാഗൽ ഹേയുടെ പാരഡി അവതരണത്തിലൂടെ ഏകനാഥ് ഷിൻഡെയെ കളിയാക്കുകയും ചതിയനാണെന്ന് പരാമർശിക്കുകയുമായിരുന്നു. കുനാൽ കമ്ര മാപ്പു പറയണമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസും ഉപമുഖ്യമന്ത്രി അജിത് പവാറും ആവശ്യപ്പെട്ടപ്പോൾ ഒരു ചതിയനെ അങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് വിളിക്കുക എന്നായിരുന്നു ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ ചോദ്യം. കോടതി പറഞ്ഞാലേ മാപ്പു പറയൂ എന്നാണ് കുനാലിന്റെ മറുപടി. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. BJP സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്രത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് രാജീവിന് നൽകി. സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പാർട്ടി പതാകയും മിൻസ് ബുക്കും കൈമാറി. നാഗ്പൂരിൽ ബുൾഡോസർ രാജ്. അറസ്റ്റിലായവരുടെ വീട് പൊളിച്ച് നഗരസഭ, നടപടിക്ക് ഹൈക്കോടതി സ്റ്റേ. നാഗ്പൂർ സംഘർഷക്കേസിൽ അറസ്റ്റിലായ മൈനോരിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഫഹീം ഷമീം ഖാന്റെ വസതി അനധികൃത നിർമ്മിതി ആരോപിച്ച് നാഗ്പൂർ നഗരസഭ പൊളിച്ചു നീക്കി. വനസുരക്ഷാ സന്നാഹത്തോടെ തിങ്കളാഴ്ചയാണ് നടപടി. ഫഹീം ഷമീം ഖാന്റെ നാഗ്പൂർ സഞ്ജയ് ഭാഗ് കോളനിയിലെ വീട് മുഴുവനായും തകർത്ത നഗരസഭ ഇതേ കേസിൽ അറസ്റ്റിലായ യൂസുഫ് ഷെയ്ഖിന്റെ വീട് ഭാഗികമായി പൊളിച്ചു.
നഗരസഭാ നടപടി ബോംബെ ഹൈക്കോടതി നാഗ്പൂർ ബെഞ്ച് സ്റ്റേ ചെയ്തെങ്കിലും അപ്പോഴേക്കും ഫഹീം ഖാന്റെ വീട് പൂർണ്ണമായും പൊളിച്ചിരുന്നു. നഗരസഭാ നടപടിക്കെതിരെ ഇരുവരും നൽകിയ ഹർജിയിലാണ് സ്റ്റേ ഉത്തരവ്. അമിതാധികാര പ്രയോഗമെന്ന് ആരോപിച്ചും ഹർജിക്കാർക്ക് അവരുടെ ഭാഗം അവതരിപ്പിക്കാൻ അവസരം നൽകാത്തതിനെ ചോദ്യം ചെയ്തുമാണ് ജസ്റ്റിസുമാരായ നിതിൻ സംബ്രെ, വൃഷാലി ജോഷി എന്നിവരുടെ ഉത്തരവ്. തുടർവാദം ഏപ്രിൽ 15 മാറ്റിയ കോടതി ഹർജിയിൽ അന്തിമവിധി ഹർജിക്കാരന് അനുകൂലമായാൽ സർക്കാർ നഷ്ടപരിഹാരം നൽകേണ്ടിവരുമെന്നും വ്യക്തമാക്കി. അനധികൃത നിർമ്മാണമാരോപിച്ച് നിർമ്മാണമാരോപിച്ചാണ് നഗരസഭയുടെ നടപടി. ഇരുവർക്കും 24 മണിക്കൂർ മുൻപ് നോട്ടീസ് നൽകിയതായാണ് അധികൃതരുടെ വാദം. BJP ആരോപണം തള്ളി DK ശിവകുമാർ. മുസ്ലിങ്ങൾക്ക് 4% സംവരണം ഏർപ്പെടുത്താനായി ഭരണഘടന മാറ്റുന്നതിനെക്കുറിച്ച് താൻ അഭിപ്രായപ്പെട്ടിട്ടില്ലെന്നും തന്റെ വാദം തെറ്റായി ഉദ്ധരിച്ചെന്നും ചൂണ്ടിക്കാട്ടി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ രംഗത്ത്. ഇക്കാര്യത്തിൽ അവകാശലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഞാൻ വിവേകമുള്ള രാഷ്ട്രീയക്കാരനാണ്. 36 വർഷമായി നിയമസഭാംഗമാണ്. ഭരണഘടന മാറ്റുന്നതിനെക്കുറിച്ച് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ BJP ആവർത്തിച്ച് ബഹളം വെച്ചതിനെ തുടർന്നാണ് ശിവകുമാറിന്റെ പ്രതികരണം. കർണാടക ഹണി ട്രാപ്പ്, സ്വതന്ത്ര അന്വേഷണത്തിന് സുപ്രീംകോടതിയിൽ ഹർജി. ന്യൂഡൽഹി. കർണാടക മന്ത്രി KN രാജണ്ണയും ജഡ്ജിമാരും ഉൾപ്പെടെ 48 പേരെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി. എഴുത്തുകാരൻ കൂടിയായ ബിനയ് കുമാർ സിംഗാണ് കോടതിയെ സമീപിച്ചത്. അന്വേഷണത്തെ സർക്കാർ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് CBIയോ പ്രത്യേക സംഘമോ വിഷയം അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കർണാടക നിയമസഭയിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇരയാണെന്ന് അവകാശപ്പെട്ട് സിറ്റിംഗ് മന്ത്രി തന്നെ രംഗത്തെത്തി. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് ജഡ്ജിമാർ ഉൾപ്പെടെ നിരവധി വ്യക്തികളെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്നാണ് വെളിപ്പെടുത്തൽ. 2 മന്ത്രിമാർ ആരോപണം ആവർത്തിക്കുന്നത് സംഭവത്തിന്റെ ഗൗരവം വെളിപ്പെടുത്തുന്നതാണ്. സുപ്രീംകോടതി നേരിട്ടോ വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള നിരീക്ഷണ കമ്മിറ്റിയോ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് തിങ്കളാഴ്ച ഹർജിയിൽ വാദം കേൾക്കും. കാനഡയെ സ്വന്തമാക്കാൻ US-നെ അനുവദിക്കില്ലെന്ന് കാർണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കാനഡയുടെ പ്രധാനമന്ത്രി പദവും ലിബറൽ പാർട്ടിയുടെ നേതൃത്വവും ഏറ്റെടുത്ത് ദിവസങ്ങൾക്കകം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മാർക്ക് കാർണി ഹൗസ് ഓഫ് കോമൺസിലെ 343 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 28-നാണ് നടക്കുക. നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ജനവിധി തേടുന്നുണ്ടെങ്കിലും ലിബറൽ പാർട്ടിക്കോ കൺസർവേറ്റീവ് പാർട്ടിക്കോ മാത്രമാണ് സർക്കാർ രൂപവൽക്കരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കാറുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്യായമായ വ്യാപാര നടപടികളും കാനഡയുടെ പരമാധികാരത്തിനെതിരായ ഭീഷണികളും കാരണം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് കാർണി പറഞ്ഞു. കാനഡ ഒരു രാജ്യമല്ലെന്നാണ് ട്രംപ് പറയുന്നത്. കാനഡയെ US-നോട് കൂട്ടിച്ചേർക്കാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. അത് നമ്മൾ സമ്മതിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാനഡയുടെ പരമാധികാരം ട്രംപ് അംഗീകരിക്കണമെന്നും നികുതി ചുമത്തൽ അവസാനിപ്പിക്കണമെന്നും കാർണി ആവശ്യപ്പെട്ടു. ജനപ്രീതി ഇടിയുകയും പാർട്ടി പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തതോടെ രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായാണ് കാർണി രാജ്യത്തിന്റെയും ഭരണകക്ഷിയുടെയും നേതൃസ്ഥാനം ഏറ്റെടുത്തത്. വർദ്ധിച്ച കുടിയേറ്റവും പണപ്പെരുപ്പവും ട്രൂഡോയുടെ ഭരണകാലത്ത് ലിബറൽ പാർട്ടിയുടെ ജനപിന്തുണയിൽ കനത്ത ഇടിവുണ്ടാക്കിയിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയോട് കനത്ത പരാജയം ഏറ്റുവാങ്ങുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്. എന്നാൽ ട്രംപിന്റെ ഭീഷണിയും താരിഫ് യുദ്ധവും ലിബറൽ പാർട്ടിക്ക് ഭരണ തുടർച്ച നൽകുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രിയുടെ ഇംപീച്ച്മെന്റ് കോടതി റദ്ദാക്കി. സോൾ. ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി ഹാൻ ഡെക് സൂവിനെതിരായ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി റദ്ദാക്കി ഭരണഘടനാ കോടതി. അദ്ദേഹത്തെ ആക്ടിംഗ് പ്രസിഡന്റായി പുനഃസ്ഥാപിച്ചു. 1-നെതിരെ 7 വോട്ടുകൾക്കാണ് ഇംപീച്ച്മെന്റ് റദ്ദാക്കാൻ ഭരണഘടനാ കോടതി വിധിച്ചത്.
രാജ്യത്ത് മാസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയിലാണ് കോടതിയുടെ വിധി. പ്രസിഡന്റായിരുന്ന യൂൻ സോക് യോലിനെ ഇംപീച്ച് ചെയ്തതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന സൂവിനെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.